ഹായ്. ടൈം രാവിലെ 5 മണിയാണ്. നമ്മൾ രാവിലെ നേരത്തെ എണീറ്റ് എങ്ങോട്ടാന്നല്ലേ? അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. രാവിലെ ഒരു 6 മണിയുടെ ഉള്ളിൽ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നേരത്തെ ആയതുകൊണ്ട് തന്നെ KSRTC ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എനിക്കാണെങ്കിൽ KSRTCയിൽ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരുവിധം എല്ലാവർക്കും അങ്ങനെയാവുമെന്ന് വിചാരിക്കുന്നു. ഞാനും അച്ഛനും അമ്മയും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത്. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ പോകുന്നത്. കാരണം ആദ്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അമ്മയുടെ വീട് ഏകദേശം പെരിന്തൽമണ്ണ ഭാഗത്തായതുകൊണ്ട് ആദ്യമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തീരെ പോവാതായി. കല്യാണം കഴിഞ്ഞപ്പോൾ ഒട്ടും പോകാൻ പറ്റാതായി. അപ്പോൾ ഒരു ദിവസം ഞാൻ വീട്ടിൽ പോയപ്പോൾ നമ്മൾ 3 പേരും കൂടെ അങ്ങനെ പോയതാണ്. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. എനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും ഗുരുവായൂരിലൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു വൈബ്, അങ്ങനത്തെ ഒരു സമാധാനം ഉണ്ടല്ലോ, അതിവിടെ എനിക്ക് കിട്ടാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു അമ്പലമാണിത്. നിങ്ങൾ പാലക്കാട് മലപ്പുറം സൈഡിലുള്ളവരാണെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടത്തെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയുമായിരിക്കും. പിന്നെ ഞാൻ കേട്ടിട്ടുള്ളൊരു സംഭവമാണ് ഇവിടുത്തെ വിഗ്രഹം ഇവിടുത്തെ ആ ഒരു ഡോറിനേക്കാൾ വലുതാണെന്ന്. കാരണം നമ്മൾ ഫസ്റ്റ് എന്തൊക്കെയായാലും ആ ഒരു അമ്പലമൊക്കെ പണി കഴിഞ്ഞിട്ട് ആ ഡോറിനകത്ത് കൂടെയാണല്ലോ വിഗ്രഹം കയറ്റുക. അപ്പോൾ ആ ഡോറിനേക്കാൾ വലുതാണ് വിഗ്രഹമെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു സംഭവത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. ഒരു 8 മണിയുടെ ഉള്ളിൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടും ഉണ്ടാവും, തൊഴുകലൊക്കെ കഴിഞ്ഞിട്ട്. അങ്ങനെ തിരിച്ച് നമ്മൾ പോവുകയാണ്. കറക്റ്റ് 8-9 മണി ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ബസ്സിൽ. സ്കൂളിലേക്ക് പോകുന്നവരും കോളേജിലേക്ക് പോകുന്നവരും വർക്കിന് പോകുന്നവരൊക്കെ ആയിട്ട്. പക്ഷെ നമുക്ക് സീറ്റ് കിട്ടി. കയറുന്ന ഭാഗത്ത് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ സീറ്റിലിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ രാവിലെ നേരത്തെ പോയതുകൊണ്ട് തന്നെ ഏകദേശം നേരത്തെ തിരിച്ചെത്തി. ഒരു 9 മണിയായപ്പോൾ തന്നെ നമ്മൾ വീട്ടിലും എത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ.